കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ തൃശൂർ അതിരൂപത ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിൽ ക്രൈസ്തവരോട് വിവേചനം കാണിക്കുന്നുവെന്ന് വിമർശനം. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ പ്രസിദ്ധീകരിക്കുന്നില്ല. അതിരൂപത സമുദായ ജാഗ്രതാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിലാണ് വിമർശനം. ജെയ്സൺ ഉണ്ട് വിവരങ്ങളുമായി. ജെയ്സൺ, എന്താണ് വിശദാംശങ്ങൾ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിലാണ് തൃശൂർ അതിരൂപതയിൽപ്പെട്ട മുഴുവൻ ഇടവക അംഗ പ്രതിനിധികളെ വിളിച്ചേർത്ത് തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പരോക്ഷമായി വ്യക്തമാക്കുന്നതാണ് തൃശൂരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമുദായ ജാഗ്രതാ സമ്മേളനത്തിലൂടെ വ്യക്തമാകുന്നത്. പ്രധാനമായും സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വലിയ വിമർശനങ്ങൾ ഈ യോഗത്തിൽ ഉയരുന്നുണ്ട്. രാജ്യത്തെ ക്രൈസ്തവർക്കും അതുപോലെ തന്നെ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ തടയുക, ന്യൂനപക്ഷങ്ങൾക്ക് തുല്യനീതിയും തുല്യാവകാശവും സംസ്ഥാനത്ത് നടപ്പാക്കുക, അതുപോലെ തന്നെ തുല്യനീതിയും തുല്യ അവകാശം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും ഈ യോഗത്തിൽ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് ന്യൂനപക്ഷ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ വലിയ രീതിയിലുള്ള വിവേചനവും ഉണ്ട് എന്നതാണ് പ്രധാനമായും ക്രൈസ്തവ സഭ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ പങ്കുവെക്കുന്നതിലുള്ള ഈ വിവേചനത്തിനോട് കടുത്ത അമർഷം ഈ യോഗം ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിലെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ മുൻകൈയെടുക്കണമെന്നും യോഗം ആവശ്യപ്പെടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രൈസ്തവ സമൂഹത്തിന്റെ സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്ന പരിഹാരത്തിനായി നിയമിച്ച JB കമ്മീഷൻ റിപ്പോർട്ട് ഒന്ന് പ്രസിദ്ധീകരിക്കാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ലെന്ന വിഷയത്തിലും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുന്നു. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയിരിക്കുന്നു. തൃശൂർ ലോക്സഭയിൽ ഏറ്റവും ശക്തമായ മത്സരം, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ സഭ വിശ്വാസികൾക്കിടയെ ബോധവൽക്കരണം എന്നതാണ് പ്രധാനമായും ഈ സമ്മേളനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും അതുപോലെ തന്നെ ബിഷപ്പ് മാർ ടോണി നീലങ്കാൽ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യോഗം തുടരുകയാണ് ഇപ്പോഴും. എന്തായാലും അതിരൂക്ഷമായ വിമർശനമാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെ തൃശൂർ അതിരൂപത നടത്തുന്നത്. CBCA അധ്യക്ഷൻ കൂടിയായിട്ടുള്ള മാർ ആൻഡ്രൂസ് താഴത്തെ രൂപത അധ്യക്ഷനായിട്ടുള്ള അതിരൂപതയാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തൃശൂർ പോലൊരു പ്രധാനപ്പെട്ട സ്ഥലത്ത് ഈ വിധത്തിലുള്ള ഒരു വിമർശനം സർക്കാരുകൾക്കെതിരെ ഉന്നയിക്കുന്നത്.